അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര്, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര്, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവര്, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. 5:7 എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അവർക്ക് കരുണ ലഭിക്കും. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ. ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കരുണയൊക്കെ ഉപയോഗിച്ച്, അതായത് ദൈവത്തിന് സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരുടെയൊക്കെ കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, ഏറ്റവും ഇപ്പം അത് അവരോടൊക്കെ കരുണ കാണിക്കണം, അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു, കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താ? സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക. ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം ബാധിച്ച സഭയായിട്ട് മാറും. അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. ആ കാര്യം, കരുണ എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ. അപ്പൊ ഒരു കരുണ, ലോകത്ത് മുഴുവൻ കരുണ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അല്ല, ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ്. എന്തിന്? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു. ആ കരുണയാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും. ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ. മനുഷ്യൻ കരുണ കാണിക്കുമ്പോൾ ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരുണ കാണിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനങ്ങള് സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ, സുവിശേഷ വിഹിതമായ വിശ്വാസ കൈമാറ്റത്തിൻ്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആഹ്ലാദിച്ചുല്ലസിക്ക് വേണ്ടി. അപ്പം അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റം. കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് കൊച്ചുമോൾ ബിന്നി. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 മാർച്ച് 9 ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്ന അന്ന് തന്നെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 6 വർഷമായിട്ട് മകളെ OET എഴുതുന്നുണ്ട്. 6 വർഷമായി പഠിച്ചു. 8 പ്രാവശ്യം എഴുതി. 8 പ്രാവശ്യം എഴുതിയിട്ടും കുഞ്ഞിന് എല്ലാ പ്രാവശ്യവും റൈറ്റിംഗ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ 4 പ്രാവശ്യം ഞങ്ങൾ ഓരോ മാർക്കിന് റൈറ്റിംഗ് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളത് റീവാലുവേഷന് വേണ്ടി കൊടുത്തു. റീവാലുവേഷന് വേണ്ടി കൊടുക്കുന്നതല്ലാതെ 1 മാർക്ക് പോലും മോൾക്ക് കൂട്ടിക്കിട്ടത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് മകൾ മാനസികമായി ഒരുപാട് ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ 9ാമത്തെ പ്രാവശ്യം OET എഴുതാൻ ഡേറ്റ് എടുത്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മാർച്ച് 9 ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത പ്രകാരം മോൾക്ക് OET പാസ്സായി. നല്ല സ്കോറോടുകൂടി മോൾക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും ഒരു നല്ല വാക്കുപോലും അധികാരികളിൽ നിന്നും മോൾക്ക് കിട്ടത്തില്ല. അവരെപ്പോൾ ഡ്യൂട്ടിക്ക് വിളിച്ചാലും
എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ഇട്ടേച്ചായാലും മോള് പോയി ആരുടെ ഡ്യൂട്ടി ആയാലും ഏറ്റെടുത്ത് മോള് ചെയ്യുമോ, ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ വളരെ മാനസികമായി മോൾ ഒരുപാട് ഈ ഡ്യൂട്ടി കാര്യത്തിൽ ഭാരപ്പെട്ടിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ അവരുടെ ഇൻചാർജ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിലെ ഓൾ ഓവർ പെർഫോമൻസിലുള്ള അവാർഡ് മകൾക്കാണെന്ന് മോളോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആ അവാർഡ് മോൾക്ക് കിട്ടി. മോളത് വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. അമ്മ മാതാവിന് 1000 നന്ദി കരയേറ്റുന്നു, തിരുകുമാരനും. അതുപോലെ തന്നെ എൻ്റെ ഇളയ മകളുടെ വിവാഹ സമയത്ത് മോടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടിരുന്നു. അത് ഞങ്ങൾ വലിയ കാര്യമാക്കിയില്ല. മോളെ വിവാഹം എല്ലാം കഴിഞ്ഞ് 1 മാസം വിവാഹം കഴിഞ്ഞ് 6-ാം പാക്കം UK തിരിച്ചുപോയി. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ വലത് വിരലിൻ്റെ ഭാഗം അങ്ങ് പൊന്തി വന്നു, വീർത്ത് വന്നിട്ട് അവിടെ ഭയങ്കര വേദനയായി. ഡ്യൂട്ടി ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി മകൾക്ക്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം, മോടെ ഈ വിരലിനെക്കുറിച്ച് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോൾ അവിടെ UK പല ഡോക്ടർമാരെയും വിളിച്ചു ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി, ഈ കൈ കാണിക്കാൻ വേണ്ടി. എങ്ങും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. മകളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നാട്ടിൽ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ പോയി ഒന്ന് കാണണം, എൻ്റെ വിരലിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ഞാൻ 2 ഡോക്ടർമാരുടെ അടുത്ത് പോയി മോടെ ഈ വിരലിനെ കാണിച്ച് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ 2 പേരും പറഞ്ഞു അത് കീറി അതിനകത്തെ മുള്ളെടുത്ത് കളയാതെ ആ പൊന്ത് പോലുള്ള ഭാഗം മാറത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മോളോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അമ്മ നിയോഗത്തിൽ ഇത് വെച്ചിട്ടുണ്ട്, മോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിരെ, അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം വിളിക്കുമ്പോഴും ചോദിക്കും, മോളെ കൈ എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല അമ്മ എന്ന് പറയും. ഞാൻ പറയും, മോള് വിഷമിക്കണ്ട, മോള് പ്രാർത്ഥിക്കുക, അമ്മ അത് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസമായപ്പോൾ രാവിലെ എണ്ണിച്ച് നോക്കിയപ്പോൾ ആ പൊന്ത് പോലുള്ള ഭാഗം അവിടെ ഇല്ല, അത് തന്നെ അടന്നങ്ങ് പോയിരിക്കുന്നു. അവിടെ ചെറിയൊരു ദാരം മാത്രമേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദാരം അങ്ങ് നികന്നു, കൈ അങ്ങ് ക്ലീനായി. കുഞ്ഞിന് വളരെ വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്നതിന്. അങ്ങനെ അമ്മ മാതാവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ കരയേറ്റുന്നു. യാക്കോബ് 4:8 തിരുവചനം, അവിടത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. 1 പത്രോസ് 5:7, നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ പേര് സിന്നി, ഞാൻ ഇരിഞ്ഞാലക്കുട കത്രിയുടെ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ജൂലൈ 6-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുമ്പ് ഈ ആൾക്കാർ 2 പ്രാവശ്യം കയറി അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ അനുവദിച്ചു. ഇപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉണ്ടായ അനുഭവ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ ഇളയ മകൾക്കുണ്ടായ അനുഭവമാണ്. മകൾ ജർമ്മനിയിലാണ്, പേര് ഡസ്ന. മകൾ അവിടെ 1 വർഷമായി മകളുടെ മുഖത്ത് കുരുക്കളായിരുന്നു. ഞാനപ്പോൾ കഴിഞ്ഞ തവണ മാർച്ചിൽ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഉടമ്പടിയിൽ 3-ാമത്തെ നിയോഗമായി ഞാൻ ആ കുരുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെയിനായിരുന്നു. അത് വളരെയധികം വൃത്തികേട് രീതിയിൽ മുഖം ആക്കി വളരെ എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, എന്താ മോളുടെ മുഖത്ത് ഇങ്ങനെ വല്ലാണ്ടെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരു 2 മാസത്തിനുള്ളിൽ തൈലം വെച്ച് മോളോട് ഞാൻ അവിടെ തൈലം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. മോളോട് തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും ഇവിടെ എൻ്റെ മുഖത്ത് അവിടെ മുഖാണെന്ന് കരുതി ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അവളുടെ മുഖത്തെ കുരുക്കൾ മുഴുവനും മാറുകയും ചെയ്തു. 2-ാമത്തെ സാക്ഷ്യമായിട്ട് മകൾക്ക് തന്നെയാണ്. കഴിഞ്ഞ നവംബറിൽ മകൾക്ക് ഒരു കിഡ്നി സാൻഡ് വരികയും നല്ല പെയിൻ വരികയും അങ്ങനെ ബ്ലഡ് പോവുകയും ചെയ്യുന്നു. യൂറിനിൽ കൂടെ ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെയിനോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മോൾ എന്നോട് പറഞ്ഞില്ല. എന്നോട് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞാൻ വിഷമിക്കുന്ന കരുതി എന്നോട് പറഞ്ഞില്ല. 1 മാസത്തിന് ശേഷം ഞാൻ അറിയുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് വൈകുന്നേരം കിടക്കുന്നത്. അവർ രാവിലെ 4 മണിയാവുമ്പോൾ എഴുന്നേൽക്കും. പെട്ടെന്ന് വേദനയോടുകൂടെ എഴുന്നേൽക്കും.
എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുടങ്ങി എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം, ബ്ലഡ് ആകും പോകുന്നത്, നല്ല പെയിനോട് കൂടി മോൾക്ക് ക്ലാസ്. അപ്പോൾ നമ്മൾക്ക് എക്സാമിൻ്റെ ടൈമായിരുന്നു. എക്സാമിന് പഠിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയം. എന്നാലും മോൾ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മോളെന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, എന്തേ നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കണേ? ഇല്ല മമ്മി, എക്സാമിന് പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലാണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവസാനം 1 മാസമായി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് പറയുന്നത്, മമ്മി എനിക്കിങ്ങനെ വയ്യാണ്ടാന്ന് പറഞ്ഞു. എന്തിയാന്ന് ചോദിച്ചപ്പോൾ പറയണം, ഇങ്ങനെ ബ്ലഡ് വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോഴേക്കാളും എഴുന്നേൽക്കും, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഉച്ച വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മെഡിസിനൊന്നും കൊടുത്തില്ല, നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് പറഞ്ഞോളൂ, പക്ഷെ ഒട്ടും കുറവില്ല, നല്ല പെയിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് വേദനിക്കില്ല, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് തൈലം എടുത്ത് നിൻ്റെ വയറ്റിൽ നന്നായിട്ട് പുരട്ടുക, അതിനെ ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പ് ഒരു ഗ്ലാസ്സിൽ കലക്കിയിട്ട് കുറച്ച് ഒരു നുള്ളി ഇട്ടിട്ട് നീ അത് കുടിക്കുക, നാളെ നിനക്ക് വേദന ഉണ്ടാവില്ല, നീ വിശ്വസിച്ച് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ല, നീ അത് കഴിക്കാൻ പറഞ്ഞു. ഞാനും ഇവിടെ അന്ന് 2 തിരി പച്ചത്തിരിയും നീള തിരുവടമ്പടിയുടെ തിരി വെച്ച് ഞാൻ കൈ വിരിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്കിനി ആ കിഡ്നി സാൻഡ് ഉണ്ടാകരുത്. കാരണം അവിടെ അവർ തനിച്ചാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കില്ല. ഒരവസ്ഥയിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എൻ്റെ കുഞ്ഞിന് വേദന ഉണ്ടാകരുതെന്ന്. പിറ്റേ ദിവസം മോൾ എന്നെ വിളിച്ചു, മമ്മി ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു പ്രാവശ്യം യൂറിൻ പാസ് ചെയ്ത് വേദനയൊന്നും ഉണ്ടായില്ല, ഞാൻ കിടന്നു, പിന്നെ എനിക്ക് എണീക്കേണ്ടി വന്നില്ല, പക്ഷെ കുറച്ച് ബ്ലഡ് പോയി എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, ഇന്ന് രാവിലെയും നീ ഇതുപോലെ തന്നെ ചെയ്യുക, ഇന്ന് വൈകിട്ടും ചെയ്യാൻ പറഞ്ഞു. വൈകിട്ട് ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോൾ മകൾ വിളിച്ച് പറഞ്ഞു, മമ്മി ഇന്ന് ബ്ലഡും പോയില്ല, ഇന്ന് എനിക്കൊരു പെയിനും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ തുടരാൻ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തുടങ്ങി 3 ദിവസം ഈ സാൻഡ്, മോൾ പറയും ഇത്രയ്ക്കധികം സാൻഡ്, ആ മണൽത്തരികൾ, ആ കിഡ്നിയിലുള്ള മണൽത്തരികൾ 3 ദിവസം കൊണ്ട് കുറുക്ക് പോലെ യൂറിനിൽ കൂടെ പോയി തീർന്നു എന്നാണ് പറഞ്ഞ മോള്. ഇത്രയ്ക്കധികം സാൻഡ് എൻ്റെ കിഡ്നിയിലുണ്ടെന്ന് ഞാൻ ആ യൂറിൻ കണ്ടപ്പോഴാണ് അറിയണതെന്ന്. എനിക്കറിയില്ല, ഞാൻ കിഡ്നി സ്റ്റോൺ എന്ന് കേട്ടിന്, കിഡ്നി സാൻഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണമായിരുന്നു. അപ്പോൾ മോളി പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവവും ആ വേദനയും മനസ്സിലായത്. പിന്നെ മോൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, മോളുടെ കണ്ണിൽ അവിടുത്തെ ജർമ്മനിയിൽ ആയിരിക്കുമ്പോൾ തണവിൻ്റെ ആയിരിക്കാം, കണ്ണിൻ്റെ ചുറ്റും ഈ പാടുകൾ പോലെ വിണ്ടിട്ട് നല്ല പെയിനും കണ്ണാക്കി വീർത്ത് തടിച്ചു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ മോളോട് പറഞ്ഞു, മോൾക്ക് അറിയില്ലോ നമ്മുടെ ഏറ്റവും വലിയ മരുന്നായ അമ്മയുടെ തൈലം നിൻ്റെ കയ്യിലുണ്ടല്ലോ, ആ തൈലം നീ കണ്ണിൽ പുരട്ടിക്കോ, നിൻ്റെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. 2 ദിവസം ഒരു പ്രാവശ്യം പുരട്ടിയപ്പോൾ തന്നെ പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, നന്നായിട്ട് കുറവായിട്ടുണ്ട് മമ്മി എന്ന് പറഞ്ഞു, നീ ഇന്നും കൂടി തേച്ചോളൂ. 2 ദിവസം പുരട്ടിയോളൂ. അത് ഒരാഴ്ചയോളം നീണ്ടു നിന്ന വേദനയും കാര്യങ്ങളായിരുന്നു. അത് മുഖത്താകി വൃത്തികേട് പോലെ തന്നെയായിരുന്നു, അത് കണ്ണൊക്കെ വീർത്തിട്ടായിരുന്നു അത് അങ്ങനെ വന്നിരുന്നത്. അതും നന്നായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത്. അങ്ങനെയായിരുന്നു, കണ്ണൊക്കെ വീർത്തിട്ടും ഒരു വിണ്ട പോലെയായിരുന്നു കണ്ണിൻ്റെ ഇടയ്ക്ക്. അത് ആ 2 ദിവസം തൈലം പുരട്ടിയപ്പോൾ തന്നെ അത് പൂർണ്ണമായും മാറി സുഖപ്പെട്ടു. ഇനി സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത മകൾക്കാണ്. മൂത്ത മകൾ കഴിഞ്ഞ ഈ 2022 ഡിസംബർ 19-ാം തീയതി ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടെ 20-ാം തീയതി രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. 11 മണിയായപ്പോഴേക്കും മോളുടെ കോള് വന്നു, മമ്മി എൻ്റെ പെട്ടി കാണുന്നില്ല, എമിഗ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടി എവിടെയെന്ന് അറിയില്ല, ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവർക്കും മനസ്സിലാകുന്നില്ല എവിടെയാണ് പെട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിലായിരുന്നു. അപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവരെങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഞാനപ്പോൾ ഇവിടുത്തെ 20-ാം തീയതി ചൊവ്വാഴ്ച, ഡിസംബർ 20-ാം തീയതി ചൊവ്വാഴ്ച ഇവിടുത്തെ നമ്മുടെ ആരാധനയുടെ ടൈമായിരുന്നു. 1 മണിയായപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അപ്പോൾ 1 മണിയായപ്പോൾ ഞാൻ വേഗം മൊബൈലെടുത്തു, യൂട്യൂബ് വെച്ചു. യൂട്യൂബിൽ ആരാധനയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഈ ആരാധന കഴിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളുടെ പെട്ടി എവിടെയെന്ന് അമ്മ കണ്ടുപിടിച്ച് തരണം.
ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാനെപ്പോഴും ഇവിടുത്തെ 2020 മാർച്ച് മാസത്തിൽ 2022 മെയ് മാസത്തിൽ മാതാവിൻ്റെ ഈശോയുടെയാണ്, മുൾക്കിയുടെ ഈശോയുടെ ഈ 2 പത്രവും ഞാൻ എപ്പോഴും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഓഫീസിൽ വെച്ച് വിഷമം വരുമ്പോൾ ഞാൻ 2 പത്രം എടുക്കും. കാരണം ഈശോയുടെ മാതാവിനും ഞാൻ കൂട്ടി പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു ഉടമ്പടി കാശും ഉണ്ടായിരുന്നു. ഇതും കൂടി പിടിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഓഫീസിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ബാക്കിൽ കിച്ചൺ പോലെയുണ്ട്, അവിടെ ഞാൻ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഈ ആരാധനയുടെ സമാപനം ആയപ്പോഴേക്കും സമാപനത്തിന് തിരുവോസ്തി ആ ആരാധന എഴുന്നള്ളിക്കുന്ന ടൈമിൽ മോളുടെ കോള് വന്നു. മമ്മി പെട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അത് കാനഡ ഫ്ലൈറ്റിലേക്ക് മാറി കയറ്റി അവർ ഫ്ലൈറ്റ് എടുക്കാറായെന്ന് തോന്നുന്നു. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുമെങ്കിൽ അവർ പെട്ടി തരാൻ നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. മമ്മി നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പിന്നെ ആരാധന കഴിഞ്ഞു. ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന മുട്ടുമ്പോൾ നിന്ന് ചൊല്ലി 7 എണ്ണം, അതുപോലെ വിശ്വാസ പ്രമാണവും ചൊല്ലി കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു, മമ്മി എനിക്ക് ഒരു പെട്ടി കിട്ടി, മറ്റു പെട്ടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ കുറേ നേരം മോള് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് വീണ്ടും പറഞ്ഞു, മമ്മി അവരെന്നോട് പറയുന്നു അടുത്ത പെട്ടി ഇനി തരില്ല, കാരണം ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പെട്ടി കിട്ടിയത്. ഇനി ഈ ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആയ പെട്ടിയിൽ നിന്ന് അടുത്ത പെട്ടി അവർക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ഞങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി, ഞങ്ങൾ അയച്ചു തന്നേക്കാന്ന്. മോള് പറഞ്ഞു, എനിക്ക് കിട്ടിയ പെട്ടിയിൽ മമ്മി എൻ്റെ പ്ലേറ്റുകൾ പാത്രങ്ങളാണ്, എൻ്റെ ഡ്രസ്സുകളും മറ്റ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇനി കിട്ടാനുള്ള ആ പെട്ടിയിലാണ്. ഞാനിതില്ലാണ്ട് എങ്ങനെ പോകും, ആദ്യമായിട്ട് പോകുന്ന മോള്. അപ്പോൾ എങ്ങനെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും ആകെ വിഷമിച്ചു. ഞാൻ ഉടനെ കണ്ണടച്ച് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്കെന്തോ ഉള്ളിയെന്ന് പറഞ്ഞു. ഞാൻ മോളവിടെ ഇരുന്നോ, നിനക്ക് പെട്ടി കിട്ടും, നീ 1 മണിക്ക് പിന്നെ ട്രെയിൻ വരുന്നത്, 1 മണിക്ക് നീ ട്രെയിനിൽ പോവും ചെയ്യും, നിന്നെ ഞാൻ കൂട്ടി വിട്ടത് അമ്മ മാതാവിന് ഈശോയ, അമ്മ മാതാവ് നിൻ്റെ പെട്ടി തരും എന്ന് പറഞ്ഞു. മോൾ എന്നെ വിശ്വസിച്ചിട്ട്, എൻ്റെ വാക്ക് അമ്മ മാതാവിനെ വിശ്വസിച്ചിട്ട്, മമ്മി അത് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. മോൾ അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണം, മോൾക്കും അറിയില്ല, നിനക്ക് എന്തിനു ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ മോളുടെ ഞാൻ അതിനു മുമ്പ് ആ ഫ്ലൈറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ആ ഫ്ലൈറ്റ് പൊന്തണമെങ്കിൽ എൻ്റെ മോളുടെ പെട്ടി ഇറക്കാതെ ആ ഫ്ലൈറ്റ് പൊന്താൻ പാടില്ല എന്ന് ഞാനൊരു വാക്കും കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഫ്ലൈറ്റ് പൊന്തിക്കാതെ പൊന്താതെ തന്നെ എൻ്റെ മോളുടെ പെട്ടി അമ്മ തന്നതാണ്. ആ ഫസ്റ്റ് പെട്ടി തന്നത്. അതിന് 2ാമത്തെ പെട്ടി ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മയെ ഞാൻ കൂട്ടി വിട്ടേക്കണത് അമ്മ തരും, ആ പെട്ടിയുടെ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുക്കുമെന്ന് മോളോട് പറഞ്ഞു. മോൾ വിശ്വസിച്ചു, അവിടെ ഇരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് വിശ്വാസ പ്രമാണം 41 വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നോട് മനസ്സിൽ തോന്നിച്ചു. ഞാനിതുപോലെ തന്നെ വീണ്ടും കിച്ചണിൽ പോയി ഈ 2 പത്രം എടുത്തു, എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു, കൈവിരിച്ചു നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരു 25ാമത്തെ വിശ്വാസ പ്രമാണം ആയപ്പോൾ ഞാൻ കാണുകയാണ്, അമ്മ മാതാവ് വന്നിട്ട് ഈ പെട്ടി ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഞാനപ്പോൾ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത് ഞാൻ കാണുന്നത് സത്യമാണോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം കൊണ്ട് തോന്നുന്നതാണോ, അല്ല എന്നുള്ളൊരു സന്ദേശം കൂടി എനിക്ക് നിമിഷം കിട്ടി. ഞാൻ പിന്നും വിശ്വാസ പ്രമാണം ചൊല്ലിയും 29ാമത്തെ വിശ്വാസ പ്രമാണമായപ്പോൾ മോളുടെ കോൾ വന്നു, മമ്മി എനിക്ക് പെട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ നിന്ന് 41 വിശ്വാസ പ്രമാണം കൂടി ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ ആ അവിടെ നിന്ന് എഴുന്നേറ്റത്. ബാക്കിയുള്ള വിശ്വാസ പ്രമാണം ഞാൻ നന്ദി പറഞ്ഞ് ചൊല്ലി. പിന്നെ അവിടെ നിന്ന് പിന്നത്തെ എൻ്റെ അനുഭവം മോൾക്ക് തന്നെ ഉണ്ടായ അനുഭവമാണ്. മോൾ ഇവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് മോളുടെ വിസ അടിച്ചത് യൂണിവേഴ്സിറ്റിയുടെ പേര് തെറ്റിയാണെന്ന്. ജർമ്മൻ ആയതുകൊണ്ട് മോൾ ശ്രദ്ധിച്ചില്ല. അവിടെ ബാങ്കുകാർ പറയുമ്പോഴാണ് അറിയണേ യൂണിവേഴ്സിറ്റിയുടെ പേര് തെറ്റിയാണ് അടിച്ചേക്കണമെന്ന്.
മോള് പല ബാങ്കുകളും കയറി ഇറങ്ങി യൂണിവേഴ്സിറ്റിയുടെ പേര് കറക്ഷൻ ചെയ്യാതെ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മോൾക്കാണെങ്കിൽ വിസ റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് 1 മാസം കൂടിയും ഉള്ളൂ. ആ നേരത്തെ അക്കൗണ്ടും കൂടി അവർ കാണിച്ചു കൊടുക്കണം. ഇത് അങ്ങനെ വന്നപ്പം മോള് വേഗം എംബസിയിലേക്ക് മെയിൽ ചെയ്തു, ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് തരണമെന്ന്. 4 ദിവസമായി അത് കൊടുത്തിട്ട്. ആ ടൈമിൽ ഒരു 4 ദിവസമായി. ഇപ്പോൾ ഞാനൊരു ദിവസം വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പെട്ടെന്ന് മോളെ വിളിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ ബാങ്കുകളും, മോളറിയുന്ന ഒരുവിധം ബാങ്കുകളിലെല്ലാം കയറി ഇറങ്ങി എല്ലാവരും റിജക്റ്റ് ചെയ്തു. ആ സമയത്താണ് ഇങ്ങനെ 4ാമത്തെ ദിവസം ഞാൻ വിളിക്കുമ്പോൾ മോള് പറഞ്ഞു, മമ്മി ഞാൻ പിന്നെ വിളിക്കാം, കാരണം എൻ്റെ റൂംമേറ്റിനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകാണ് ബാങ്കിലേക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ആ ബാങ്കിൽ നിനക്ക് എങ്ങനെയാണ്, നീ അന്വേഷിച്ചിരുന്നോ? അപ്പോൾ ഇല്ല, ആ ബാങ്കിൽ പോയിട്ട്, പക്ഷേ അതിൻ്റെ തന്നെ എല്ലാ ബ്രാഞ്ചുകളിലും പോയി കഴിഞ്ഞു. കുഴപ്പമില്ല, നീ ആ ബാങ്കിൽ പോയില്ലല്ലോ, നീ വേഗം നമ്മുടെ അമ്മയുടെ ഉപ്പുണ്ടല്ലോ, നീ ഉപ്പെടുത്തോ, കയ്യിൽ വെച്ചോ, അത് ആ ബാങ്കിൽ കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഇടുക, നീ സംസാരിക്കുന്ന ആ സാറിൻ്റെ അടുത്തും നീ ഇത് ചെയ്യാൻ പറഞ്ഞു. മോളൊപ്പം കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ